ഈശോമിശിഹായിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ വൈദികരെ, പ്രിയമുള്ള സിസ്റ്റേഴ്സ്, പ്രിയമുള്ള മാതാപിതാക്കന്മാരെ, സഹോദരി സഹോദരന്മാരെ, കുഞ്ഞുമക്കളെ, വലിയ നോമ്പിൻ്റെ 26ാമത്തെ ദിനത്തിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ഇന്ന് നമ്മുടെ വിശുദ്ധത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം 25 മുതൽ 31 വരെയുള്ള വാക്യങ്ങളാണ്. ഈ തിരുവചന ഭാഗത്തിൻ്റെ തലക്കെട്ട് ഇപ്രകാരമാണ്: ഇവനാണ് ക്രിസ്തു. യഹൂദരും നിയമജ്ഞരും യേശുവിനെ കൊല്ലുവാനായിട്ട് അന്വേഷിക്കുകയാണ്. ഇതറിഞ്ഞ ജനം യേശു അവരുടെ മധ്യത്തിലൂടെ നടന്നു പോകുമ്പോൾ അവർ പറയുകയാണ്, ഇവനെ കൊല്ലാനല്ലേ നിയമജ്ഞരും ഫരിസേയരും വെമ്പൽ കൊള്ളുന്നത്? പക്ഷേ ഇവനിതാ നമ്മുടെ മധ്യത്തിലൂടെ നടന്നു പോവുകയാണ്. ചിലപ്പോൾ അവർക്ക് മനസ്സിലായി കാണും, ഇവനാണ് യഥാർത്ഥത്തിൽ ക്രിസ്തു എന്ന്. പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിൽ ക്രിസ്തുവിനെ ഒന്ന് തിരിച്ചറിയുവാനായിട്ട്, ക്രിസ്തു നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണെന്നും ക്രിസ്തു നമ്മുടെ ജീവിതത്തിൻ്റെ ശക്തിയാണെന്നും മനസ്സിലാക്കി അവനോട് ചേരാനായിട്ട് ജീവിതത്തിൽ നമുക്ക് സാധിക്കുന്നുണ്ടോ? ജനക്കൂട്ടത്തിൽ വളരെ പേർ അവനിൽ വിശ്വസിച്ചു. അവർ ചോദിച്ചു, ക്രിസ്തു വരുമ്പോൾ ഇവൻ പ്രവർത്തിച്ചതിലേറെ അടയാളങ്ങൾ പ്രവർത്തിക്കുമോ? പ്രിയമുള്ളവരെ, ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞ ജനമാണെങ്കിൽ പോലും അവർ വീണ്ടും ക്രിസ്തുവിൻ്റെ ശക്തിയിലും ക്രിസ്തു നൽകുന്ന അത്ഭുതങ്ങളിലും അടയാളങ്ങളിലേക്കും അവരുടെ ജീവിതങ്ങളെ ചേർത്ത് വയ്ക്കുകയാണ്. പ്രിയമുള്ളവരെ, അടയാളങ്ങളിലേക്കും അത്ഭുതങ്ങളിലേക്കുമല്ല, മറിച്ച് ക്രിസ്തു എന്ന വ്യക്തിയിലേക്ക്, ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയുന്ന സ്നേഹത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ ഒന്ന് ചേർത്ത് വയ്ക്കുവാനായിട്ട് സാധിക്കണം. ക്രിസ്തു തരുന്ന സ്നേഹമെന്ന് പറയുന്നത് ഈ ലോകത്തിൻ്റെ സ്നേഹമല്ല, മറിച്ച് സ്വർഗത്തിൻ്റെ സ്നേഹമാണ്. ഒരിക്കൽ ഒരു യുവാവ് വളരെ സമർത്ഥനായ കള്ളനായിരുന്നു. അവൻ്റെ സാമർഥ്യം കൊണ്ടും അവൻ്റെ മിടുക്കും കൊണ്ട് ആരും ഒരിക്കലും അവനെ സംശയിച്ചില്ല. അവൻ ഒരിക്കലും പിടിക്കപ്പെട്ടില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ അവൻ അറിയുകയാണ്, അയൽ ഗ്രാമത്തിൽ ഒരു സന്യാസ ഭവനമുണ്ട്. ആ സന്യാസ ഭവനത്തിൽ ഒത്തിരി അമൂല്യമായ ഗ്രന്ഥശേഖരമുണ്ട്. എങ്ങനെയും ആ ഗ്രന്ഥശേഖരം മോഷ്ടിക്കുവാനും അത് വിറ്റ് പണം സമ്പാദിക്കുവാനും അവൻ തീവ്രമായിട്ട് ആഗ്രഹിച്ചു. അവൻ അതിനു വേണ്ടിയിട്ട് പല വിധത്തിലുള്ള വഴികളും ആലോചിക്കുകയും ചെയ്തു. അവസാനം അവന് തീരുമാനത്തിലെത്തി, ഞാൻ ആ സന്യാസ ഭവനത്തിൽ ചെന്ന് ആശ്രമ അധിപന്റെ അടുക്കൽ പറയും, ഞാനും ഒരു സന്യാസിയാകുവാനായിട്ട് ആഗ്രഹിക്കുന്നു, എന്നെ അതിന് അനുവദിക്കണം. പിറ്റേ പ്രഭാതത്തിൽ അവൻ ഒരു ബാഗും എടുത്തുകൊണ്ട് ആ സന്യാസ ഭവനത്തിൽ ചെന്ന് ആശ്രമ ശ്രേഷ്ഠനെ കാണുകയും ഞാൻ സന്യാസിയാകാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ ചേരുകയും അവൻ്റെ പഠനം ആരംഭിക്കുകയും ചെയ്തു. ആദ്യ ദിവസങ്ങളിലൊക്കെ ഭംഗിയായി പോയി. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഈ അമൂല്യമായ ഗ്രന്ഥങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന ഗ്രന്ഥശാലയിലേക്ക് അവന് പ്രവേശനവും ലഭിച്ചു. ഏകദേശം 1.5 മാസം കഴിഞ്ഞപ്പോൾ അവൻ ആ ഗ്രന്ഥശാലയിൽ നിന്ന് അമൂല്യമായ ഒരു ഗ്രന്ഥം മോഷ്ടിച്ചു. അതുമായി അവൻ പുറത്തെത്തുകയും അവൻ ആ ഗ്രന്ഥം ഒരു ധനികന് വിൽക്കുകയും ചെയ്തു. ധനികനായ വ്യക്തി പറഞ്ഞു, ഇത് വളരെ അമൂല്യമായ ഗ്രന്ഥമാണ്, ഇതിന് എന്ത് വില വരുമെന്ന് ഞാനൊന്ന് അന്വേഷിക്കട്ടെ, അതിനുശേഷം 2 ദിവസത്തിനുള്ളിൽ ഇതിൻ്റെ പണം നിങ്ങൾക്ക് തരാം. ഈ സന്യാസി ആകാനായിട്ട് പ്രയത്നിക്കുന്ന വ്യക്തി, കപടതയുടെ വ്യക്തി, വീണ്ടും ആ സന്യാസ ആശ്രമത്തിൽ ചെന്ന് ജീവിക്കുകയാണ്. സന്യാസ അധിപൻ ഈ അമൂല്യമായ ഗ്രന്ഥം നഷ്ടപ്പെട്ടത് അറിഞ്ഞു. പക്ഷേ ഇവനോട് ചോദിച്ചില്ല. ഇവനോട് അതിനെക്കുറിച്ച് ഒരു വാക്കുപോലും സംസാരിച്ചില്ല. പക്ഷേ 2 ദിവസത്തിന് ശേഷം അവൻ പണം വാങ്ങാനായിട്ട് ഈ ധനികന്റെ അടുത്ത് ചെന്നപ്പോൾ ധനികൻ
വളരെയേറെ തുക ഇവന് നൽകി. അപ്പോൾ ഇവൻ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ ഇത്രമാത്രം പണം എനിക്ക് തന്നത്? എങ്ങനെയാണ് ഇതിൻ്റെ വില നിങ്ങൾക്ക് മനസ്സിലായത്? ആ ധനികൻ പറഞ്ഞു, ഞാൻ ഇന്ന സന്യാസ ഭവനത്തിൽ ചെന്ന് അവിടുത്തെ അധിപനെ ഈ ഗ്രന്ഥം കാണിച്ച് ഇതിനെന്ത് വില വരുമെന്ന് ചോദിച്ചു. അദ്ദേഹം ഇത്രമാത്രം ഇതിന് വില വരുമെന്ന് എന്നോട് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ ആ യുവാവിൻ്റെ കണ്ണുകൾ ഈറനണിഞ്ഞു. അവൻ ആ പണം തിരിച്ചു കൊടുത്ത് ആ ഗ്രന്ഥവും വാങ്ങിക്കൊണ്ട് സന്യാസ മഠ അധിപന്റെ അടുക്കൽ ചെല്ലുകയും അദ്ദേഹത്തിൻ്റെ കാൽക്കൽ ഈ ഗ്രന്ഥം വെച്ചുകൊണ്ട് അവൻ അദ്ദേഹത്തിൻ്റെ കാല് പിടിച്ച് കരയാനായി തുടങ്ങി. ആ സന്യാസ മഠ അധിപൻ അവനെ സാവകാശം എഴുന്നേൽപ്പിച്ച് നിർത്തിക്കൊണ്ട് അവനോട് പറഞ്ഞു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നോട് ക്ഷമിക്കുന്നു. പിൽക്കാലത്ത് ഈ കള്ളനായ യുവാവ് ഒരു നല്ല സന്യാസിയായിട്ട് മരണം വരെ ജീവിച്ചു എന്നാണ് കഥ പറയുന്നത്. നമ്മുടെയൊക്കെ ജീവിതയാത്രയിൽ പ്രിയമുള്ളവരെ ഒന്ന് ചിന്തിച്ചു നോക്കണം. ക്രിസ്തു നമ്മുടെ ജീവിതത്തിൻ്റെ സ്വാധീനമാകുന്നു. ക്രിസ്തു നമുക്ക് നൽകുന്ന സ്നേഹമെന്ന ഔഷധത്തിന് മനസ്സിൻ്റെ രോഗങ്ങളെ വേഗത്തിൽ സുഖപ്പെടുത്താൻ കഴിയും. തെറ്റുപറ്റുക മാനുഷികമാണ്, തെറ്റു തിരുത്തുക എന്നത് ദൈവികമാണ്. ക്രിസ്തുവിനെ അനുനിമിഷം നമ്മുടെയൊക്കെ ജീവിതത്തിൽ തിരിച്ചറിയുവാനായിട്ട്, ക്രിസ്തു നൽകുന്ന ശക്തിയാൽ നിറയപ്പെട്ട് ജീവിക്കുവാനായിട്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ സാധ്യമാകണം. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ദൈവമേ, ക്രിസ്തുവിനെ അനുനിമിഷം ഒന്ന് തിരിച്ചറിയുവാനും ക്രിസ്തുവിൻ്റെ നെഞ്ചോട് എൻ്റെ ജീവിതത്തെ ചേർത്ത് വയ്ക്കുവാനും ക്രിസ്തു നൽകുന്ന സ്നേഹത്തിൽ സംതൃപ്തി കണ്ടെത്തുവാനും എന്നെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യകാരുണ്യനാഥൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ ജീവിതത്തെ ചേർത്ത് വയ്ക്കാം. ആമേൻ. ആരാധന 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 ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് അർഹനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് ഈ നിമിഷം നമ്മുടെ ജീവിതത്തെ ചേർത്ത് വെക്കാം. തമ്പുരാന്റെ കൃപയ്ക്ക് അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് നാം ഓരോരുത്തരും തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ദൈവികതയുടെ കൃപയും അനുഗ്രഹവും ജീവിതത്തിലേക്ക് ഒഴുകിയിറങ്ങുവാനായിട്ട് ദൈവാനുഗ്രഹ ശക്തിയാൽ നിറയപ്പെടുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. ക്രിസ്തു നമ്മുടെ ജീവിതത്തിലേക്ക് നൽകുന്ന എല്ലാ അനുഗ്രഹങ്ങളാലും നിറയപ്പെടാനായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധ്യമാകണം. ജീവിതത്തിൻ്റെ എല്ലാ അസ്വസ്ഥതകളെയും പ്രയാസങ്ങളെയും ഈ ദിവ്യകാരുണ്യനാഥന്റെ സന്നിധിയിലേക്ക് ഈ നിമിഷം നമുക്കൊന്ന് ചേർത്ത് വയ്ക്കാം. നീ ഇന്ന് അനുഭവിക്കുന്ന എല്ലാ വേദനകളെയും പ്രയാസങ്ങളെയും ഒന്ന് ചേർത്ത് വയ്ക്കാം. നിന്റെ എല്ലാ ദുഃഖങ്ങളെയും സങ്കടങ്ങളെയും ഒന്ന് ചേർത്ത് വയ്ക്കാം. ദൈവികതയുടെ കൃപയും അനുഗ്രഹവും ജീവിതത്തിലേക്ക് ഒഴുകി ഇറങ്ങുവാനായിട്ട് ഈ നിമിഷം ഒന്ന് ആഗ്രഹിച്ചെന്ന് പ്രാർത്ഥിക്കാം. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 68-ാം സങ്കീർത്തനം 19-ാമത്തെ വാക്യം പറയുകയാണ്, അനുദിനം നമ്മെ താങ്ങുന്ന കർത്താവ് വാഴ്ത്തപ്പെടട്ടെ, ദൈവമാണ് നമ്മുടെ രക്ഷ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 91-ാം സങ്കീർത്തനം 11-ാം വാക്യം പറയുന്നു, നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും. വീണ്ടും സങ്കീർത്തനങ്ങളുടെ പുസ്തകം 121-ാം സങ്കീർത്തനം 3-ാം വാക്യം പറയുകയാണ്, നിന്റെ കാൽ വഴുതാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ ഉറക്കം തൂങ്ങുകയില്ല.
ഈ നിമിഷം ഒന്ന് തീക്ഷണമായിട്ട് ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ദൈവമേ, നിന്റെ കൃപ എന്നിലേക്ക് നീ ഒഴുക്കണമേ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 52-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം പറയുകയാണ്, നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട, വേഗം ഓടുകയും വേണ്ട. കർത്താവ് നിങ്ങളുടെ മുൻപിൽ നടക്കും. ഇസ്രായേലിന്റെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. ജെറമ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം 8-ാം വാക്യം പറയുകയാണ്, നീ അവരെ ഭയപ്പെടേണ്ട, നിന്റെ രക്ഷയ്ക്ക് നിന്നോടുകൂടെ ഞാനുണ്ട്. കർത്താവാണിത് പറയുന്നത്. ഈ നിമിഷം ഒന്ന് ചേർത്ത് വെക്കാൻ പ്രിയമുള്ളവരെ, എല്ലാവരെയും എല്ലാറ്റിനെയും ഒന്ന് ദിവ്യകാരുണ്യ നാഥനോട് ഒന്ന് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ നാം അനുഭവിക്കുന്ന വേദനകളുണ്ട്, സഹനങ്ങളുണ്ട്, നാം അനുഭവിക്കുന്ന പ്രയാസങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്, നാം അനുഭവിക്കുന്ന രോഗങ്ങളുണ്ട്, പീഡകളുണ്ട്. എല്ലാം തമ്പുരാന്റെ സന്നിധിയിലേക്ക് ഒരു നിമിഷം ഒന്ന് ചേർത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ഇന്നേ ദിവസം പ്രാർത്ഥനാ നിയോഗങ്ങൾ, വിവിധങ്ങളായ ആവശ്യങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടിരിക്കുന്ന ഓരോ മക്കളെയും ചേർക്കുകയാണ്. വിവാഹ തടസ്സങ്ങൾ, ജോലിയില്ലാതെ വിഷമിക്കുന്നവര്, സാമ്പത്തിക പ്രതിസന്ധികളോടെ കടന്നു പോകുന്നവര്, മക്കളെ ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കന്മാര്, ജീവിതത്തിൽ മക്കളില്ലാത്ത ദമ്പതിമാര്, സഹനത്തിന്റെ ഉമിത്തിയിൽ ദഹിച്ചുകൊണ്ടിരിക്കുന്നവര്, കടബാധ്യതകളാൽ നിറയപ്പെട്ട് വിഷമിക്കുന്നവര്, എല്ലാവരുടെയും നിയോഗങ്ങളിലേക്ക് ദൈവത്തിന്റെ കൃപ ഇറങ്ങി ആവസിക്കാനായിട്ട് ഈ നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ വചനം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 31-ാം വാക്യം. ജനക്കൂട്ടത്തിൽ വളരെ പേർ അവനിൽ വിശ്വസിച്ചു. അവർ ചോദിച്ചു, ക്രിസ്തു വരുമ്പോൾ ഇവൻ പ്രവർത്തിച്ചതിലേറെ അടയാളങ്ങൾ പ്രവർത്തിക്കുമോ? ഇന്നത്തെ സത്ക്രിയ യേശു ക്രിസ്തുവിന്റെ സ്നേഹത്തിന്റെ സാക്ഷിയാകാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഒരു നിമിഷം കരങ്ങൾ കൂപ്പി നമ്മെ തന്നെ ദൈവസന്നിധിയോട് ചേർത്ത് വയ്ക്കാം. ഇന്നേ ദിവസം ദൈവാനുഗ്രഹപൂർണമാകുവാനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് അർഹനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും ദിവ്യകാരുണ്യത്തിന്റെ അനുഗ്രഹവും നാം എല്ലാവരും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായിൽ സ്നേഹം നിറഞ്ഞവരെ, നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥനാ നിയോഗങ്ങൾ വാട്സപ്പ് വഴിയായിട്ടോ മെസ്സേജ് വഴിയായിട്ടോ അയച്ചു തരുവാനായിട്ട് പരിശ്രമിക്കുക. അതോടൊപ്പം തന്നെ സാധിക്കുന്നവർ ഈ ശുശ്രൂഷ മറ്റുള്ളവരുമായിട്ട് പങ്കുവെക്കുവാനുമായിട്ട് പരിശ്രമിക്കുമല്ലോ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.